ഭിന്നശേഷിക്കാരുടെ കലാകായികപരമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് അവർക്ക് മാനസിക ഉല്ലാസത്തിന് അവസരം നൽകുക എന്ന ലക്ഷ്യത്തോടെ കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് സംഘടിപ്പിച്ച ഭിന്നശേഷി കലോത്സവം ശലഭം 2025 പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PA സഗീർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മുഖ്യാതിഥിയായി. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ വ്യക്തികളുടെ കലാകായിക മത്സരങ്ങൾ ശലഭം 2025 സെന്റ് ജോസഫ് പാരിഷ് ഹാളിൽ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ കലാകായികപരമായ കഴിവുകൾ പരിപോഷിപ്പിക്കുന്നതിലൂടെ അവർക്ക് ശാരീരിക മാനസിക ഉല്ലാസത്തിന് അവസരം നൽകുക എന്നീ ലക്ഷ്യങ്ങൾക്ക് പ്രാധാന്യം നൽകിയാണ് കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കലോത്സവം സംഘടിപ്പിക്കുന്നത്. കുമ്പളങ്ങി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. ഈ കുഞ്ഞുമക്കൾ നിങ്ങൾ മനസ്സിൽ വിഷമിക്കേണ്ട, മറ്റുള്ള എല്ലാം പൂർണ്ണതയുള്ളവരല്ല, അപൂർണ്ണർ തന്നെയാണ്. പൂർണ്ണതയുള്ളവരെക്കാൾ ഏറ്റവും ഭംഗിയായി നല്ല രീതിയിലും പെരുമാറ്റത്തിലും എല്ലാ കാര്യത്തിലും അവർ മുൻപന്തിയിലാണ്. വൈസ് പ്രസിഡന്റ് PS സഗീർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി മുഖ്യാതിഥിയായിരുന്നു. തീർച്ചയായിട്ടും വരുന്ന ഭരണസമിതി അത് യാഥാർത്ഥ്യമായിക്കൊണ്ട് ഭിന്നശേഷിക്കാർക്ക് മനോഹരമായ ഒരു സ്കൂൾ കെട്ടിടം അവിടെ സമ്മാനിക്കുമെന്ന് ഈ അവസരത്തിൽ ഉറപ്പു നൽകുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മെറ്റിൽഡ മൈക്കിൾ, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാസ്മിൻ രാജേഷ്, ആരോഗ്യകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജെൻസി ആന്റണി, 2ാം വാർഡ് മെമ്പർ PT സുധീർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റും 6ാം വാർഡ് മെമ്പറുമായ ലീജ തോമസ്, സെന്റ് ജോസഫ് ചർച്ച് വികാരി റവറൻ ഫാദർ ആന്റണി നെടുമ്പറമ്പിൽ, സെക്രട്ടറി പ്രീതി MB, അസിസ്റ്റന്റ് സെക്രട്ടറി ജിഷ TV, CDPO രേണുക AP, ICDS സൂപ്പർവൈസർ ഏഞ്ചൽ ജിൻസി, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബേസിൽ പുത്തൻവീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പ്രീമിയം ക്വാളിറ്റി ഗ്രാനൈറ്റ്, ടൈൽസ്, സ്റ്റോൺ, AEC ബ്ലോക്ക്, സാനിറ്ററി തുടങ്ങി ഫ്ലോറിംഗിന് ആവശ്യമായ എല്ലാ മെറ്റീരിയൽസും ഏറ്റവും കുറഞ്ഞ വിലയിൽ ഇവിടെ ലഭ്യമാണ്. തറയിൽ ഗ്രാനൈറ്റ്സ്, MLA റോഡ്, പള്ളുരുത്തി.